ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീ ഫീവർ എന്നുള്ളൊരു പോവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ജോൺ മാസ്ഫീൽഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കവിത നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോയറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിനെ സംബന്ധിച്ച് സീഫാറിങ് അല്ലെങ്കിൽ ആ ഒരു കടലിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്രീഡമാണ് എന്നുള്ള രീതിക്ക് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുറത്തുള്ള കാര്യങ്ങളെക്കാട്ടിലൊക്കെ ഉപരി, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഉപരി ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പോസിബിൾ ആക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് സമുദ്രമാണ്. ആ ഒരു രീതിക്ക് സമുദ്രത്തിന് അല്ലെങ്കിൽ പ്രകൃതിയെ സ്വന്തം മനസ്സിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ഈ കവിതയിൽ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സീ ഫീവർ എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ ഒരു സീനോടുള്ള അല്ലെങ്കിൽ സമുദ്രത്തിനോടുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു ഡിസയർ അല്ലെങ്കിൽ ഒരു പാഷൻ, അതിനെയാണ് നമ്മളുടെ സീ ഫീവർ എന്നുള്ളതുകൊണ്ട് നമ്മളൊരു സമുദ്രപ്പനി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് കടലിനോടുള്ള ഭയങ്കരമായ ആ ഒരു സ്നേഹം, ആ ഒരു അഡ്മിറേഷൻ അല്ലെങ്കിൽ ഡിസയർ അല്ലെങ്കിൽ പാഷനൊക്കെയാണ് നമുക്ക് ഈ ടൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അത്രയും എന്താ പറയുക ഗാഢമായിട്ട് അല്ലെങ്കിൽ അഗാധമായിട്ട് ആ ഒരു കടലിനെ സ്നേഹിക്കുന്ന, കടലിലുള്ള ജീവിതത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ സ്പീക്കർ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു കവിതയിലേക്ക് കടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയുള്ള 9th തന്നെ ഓൾറെഡി ചില ചാപ്റ്ററുകൾ നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആക്കി നമ്മൾ ഷോർട്സിൻ്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ജസ്റ്റ് വളരെ ഷോർട്ടാക്കി ചെറിയ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക്, റിവിഷൻ പോലെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അത് കാണാനും അതേപോലെ തന്നെ ജസ്റ്റ് ആ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കാനും ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പോമിലോട്ട് കിടക്കാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് എഗെയിൻ. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്? ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. ഞാൻ തീർച്ചയായിട്ടും ഇനിയും കടലിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ കടലിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. എവിടേക്കാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത്? ടു ദ ലോൺലി സീ, ആ ഒരു ഏകാന്തമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ആ ഒരു സീയിലേക്ക്. ആൻഡ് ദ സ്കൈ, അതേപോലെ തന്നെ ആ ഒരു ആകാശത്തിലേക്ക്. അപ്പോൾ ആ ഒരു ഏകാന്തമായി കിടക്കുന്ന ആ ഒരു ആകാശത്തിലേക്കും സമുദ്രത്തിലേക്കും ഒക്കെ വീണ്ടും വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗോ എന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവും. അപ്പോൾ എത്രത്തോളം ആൾക്ക് അഗാധമായ ആഗ്രഹമുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ, ആ ഒരു സമുദ്രത്തിൻ്റെയും ആകാശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറാൻ. And all I ask is a tall ship and a star to steer her by. ആകെ കൂടെ എനിക്ക് എന്ത് മാത്രമേ വേണ്ടുള്ളൂ, എനിക്ക് എന്ത് മാത്രമേ ആഗ്രഹമുള്ളൂ? വലിയൊരു ഷിപ്പ് വേണം. വലിയൊരു ഷിപ്പ് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ടാൾ ഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹർ ബൈ. സ്റ്റിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഷിപ്പും അതിൻ്റെ കൂടെ എനിക്ക് എന്തോ ആവശ്യമുണ്ട്? എ സ്റ്റാർ ടു സ്റ്റിയർ ഹർ ബൈ. ആ ഒരു ഷിപ്പിനെ നയിക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റാർ, ഒരു നക്ഷത്രം എന്നെ ഗൈഡ് ചെയ്യാൻ, എന്നെയും ഞാൻ യാത്ര ചെയ്യുന്ന ടോൾ ഷിപ്പിനെയും നയിക്കാൻ പാകത്തിന് ഗൈഡ് ചെയ്യാൻ ഭാഗത്തിലൊരു നക്ഷത്രവും മാത്രം മതി എനിക്ക്, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ എന്താ പറയുന്നത്? ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ്സ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്? ആൻഡ് ദ വീൽസ് കിക്ക്, ആ ഒരു വീലിൻ്റെ കിക്ക്. ആൻഡ് ദ വിൻഡ്സ് സോങ്, ആ സമയത്ത് കടലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കേൾക്കുന്ന ആ ഒരു കാറ്റിൻ്റെ ഒരു സംഗീതം. അപ്പോൾ കാറ്റിൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു സോങ് ആയിട്ടാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് സെയിലിൻ്റെ ഷേക്കിംഗ്. സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പിക്ചറിൽ കാണുന്നില്ലേ, ആ ഒരു തുണി പോലെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള ആ സംഭവത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അത് കാറ്റിൻ്റെ ഗതി പിടിക്കാൻ വേണ്ടിയിട്ട് കപ്പലുകളിലൊക്കെ കെട്ടിവെക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മളവിടെ സെയിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ആ ഒരു വൈറ്റ് സെയിലിൻ്റെ ആ ഒരു ഷേക്കിംഗ്, കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഇളകുമല്ലോ, ഷേക്ക് ചെയ്യുമല്ലോ, അതും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആൾ ആഗ്രഹിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ആദ്യം എന്താ പറഞ്ഞത്? എനിക്കൊരു ടോൾ ഷിപ്പും അതേപോലെ തന്നെ അതിനെ നയിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രവും വേണം. പിന്നെ എന്താ വേണ്ടത്? ആ ഒരു വീലിൻ്റെ കിക്കും, അതേപോലെ തന്നെ ആ ഒരു വിൻഡിൻ്റെ സംഗീതവും, അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് സെയിലിൻ്റെ ഷേക്കിങ്ങും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്. ആ സമുദ്രത്തിൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു നരച്ച നിറത്തിലുള്ള മൂടൽ മഞ്ഞും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മനോഹരമായിട്ടുള്ള വരികളാണെന്ന് നോക്കുക കേട്ടോ. അതായത് ആ ഒരു സീയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമുദ്രത്തിന് എന്താ കൊടുക്കുന്ന ഒരു മാനുഷിക പരിവേഷമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഗ്രേ മിസ്റ്റ്, ആ ഒരു നരച്ച നിറത്തിൽ തോന്നിക്കുന്ന ആ ഒരു മഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. പോരാത്ത എന്തുകൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നരച്ച ഒരു പ്രഭാതം പൊട്ടി വിടരുന്ന ആ ഒരു അവസ്ഥ കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും അവർ പ്രകൃതിയിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു എന്താ പറയുക ഫേവറേറ്റ് ആയിട്ട് വ്യക്തി വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ കാര്യമായിട്ട് എന്താ വിലപിടിപ്പുള്ള സാധനങ്ങൾ വേണമെന്നോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. വീണ്ടും അത് തന്നെ പറയുന്നത്, എനിക്ക് ആ ഒരു സമുദ്രത്തിലേക്ക് വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്? ആ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തിരമാലകൾ, ടൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരമാലകളാണ്. ആ ഒരു തിരമാലകളുടെ ആ ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിളിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം? എനിക്ക് തിരിച്ച് സമുദ്രത്തിലേക്ക് ഇനിയും പോകണം. ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. ചിലപ്പോൾ ആ ഒരു തിരമാലയുടെ വിളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വൈൽഡ് കോൾ ആയിരിക്കും. വൈൽഡ് കോൾ എന്ന് പറഞ്ഞാൽ എന്താ? വന്യമായ വിളി, ഒരു പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ തിരമാലകൾക്ക്. അപ്പം അത്തരത്തിലുള്ള ഒരു വന്യമായ വിളിയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കാം? ആ ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ കോൾ ആയിരിക്കും. സാധാരണ പേടിയൊന്നും തോന്നാത്തൊരു ക്ലിയർ കോൾ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും എന്താണ്? ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. അതൊന്നും എന്നെ കൊണ്ട് നിരസിക്കാൻ സാധിക്കില്ല. തിരമാല വിളിക്കുന്നത് പേടിപ്പിക്കുന്ന പോലെ ആയിക്കോട്ടെ, സാധാരണ പോലെ ആയിക്കോട്ടെ, പക്ഷേ വിളിച്ചാൽ ഞാൻ പോയിരിക്കുമെന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത്. അപ്പോൾ അതെനിക്കൊരിക്കലും നിരസിക്കാൻ സാധിക്കില്ല. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ വിൻഡി ഡേ. പിന്നെയും അവരുടെ ആഗ്രഹങ്ങൾ പറയാം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു വിൻഡി ഡേ, ആ ഒരു കാറ്റൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്. അതിൻ്റെ കൂടെ എന്തുകൂടെ വേണമെന്നാണ് പറയുന്നത്? ആ വെളുത്ത മേഘങ്ങൾ പറക്കുന്നത് കൂടെ എനിക്ക് കാണാനായിട്ട് സാധിക്കണം. ആൻഡ് ദ ഫ്ലഡ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. അതിൻ്റെ കൂടെ എന്തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്? ദ ഫ്ലഡ് സ്പ്രേ എന്നാണ് പറയുന്നത്. ഫ്ലഡ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത, ഒരു ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരമാല ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു പതയുണ്ടല്ലോ വെള്ളത്തിൻ്റെ മുകളിൽ, ആ ഒരു പതേനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആളെന്താ ആഗ്രഹിക്കുന്നുണ്ട്? ബ്ലോൺ സ്പ്യൂം. ബ്ലോൺ സ്പ്യൂം എന്ന് പറയുന്നത് സെയിം പത തന്നെയാണ്, പക്ഷേ അതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ട് കാറ്റിൽ പാറി വരുന്ന പത, അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്ലോൺ സ്പ്യൂം രണ്ടും പത തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സീഗൾസ് ക്രൈം. മാത്രമല്ല അതിൻ്റെ കൂടെ എന്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്? സീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കടൽക്കാക്ക, നീർക്കാക്ക എന്നൊക്കെ പറയും. അപ്പം അത്തരത്തിലുള്ള കടൽക്കാക്കകളുടെ ആ ഒരു കരച്ചിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശബ്ദവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. അപ്പം ഞാൻ വീണ്ടും എന്തിനാഗ്രഹിക്കുന്നു? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതന്നെ പറയുന്നത്, എനിക്ക് സീയിലേക്ക് വീണ്ടും പോകണം. ടു ദ വാഗ്രൻ ജിപ്സി ലൈഫ്. എന്തിലേക്ക് എന്നാണ് പറയുന്നത്? ആ ഒരു വാഗ്രൻ്റ് ആയിട്ടുള്ള ജിപ്സി ലൈഫ്. വാഗ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ജിപ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാടോടി. അപ്പം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു നാടോടികളുടെ ജീവിതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാഗ്രഹിക്കുന്നു? കടലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ. ആ മാർഗം എന്തായിരിക്കും? ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ വേർ ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും? ഈ പറയുന്ന ഗൾസ് ഉണ്ടായിരിക്കും, അതേപോലെ വെയിൽസ് ഉണ്ടായി, നീല തിമിംഗലങ്ങളും അത്തരത്തിലുള്ള ജലജീവികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അവരുടെയൊക്കെ വഴിയിൽ ആരും ഉണ്ടാകും എന്നാണ് പറയുന്നത്. വേർ ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. വെറ്റഡ് നൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർച്ചയുള്ള കത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സീകളുടെയും വെയിലുകളും ഒക്കെ ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ കാറ്റ് ഒരു മൂർച്ചയുള്ള കത്തി പോലെ നിൽക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സീകളിൽ ആ ഒരു എയറിൽ കൂടെ പറന്ന് പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വെയിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ സമുദ്രോപരിതലത്തിലേക്ക് വരുന്ന സമയത്തൊക്കെയും ഈ കാറ്റിങ്ങനെ അവരുടെ ദിശയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അടിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ന് പറയുന്ന ആ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കീറി മുറിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളൊക്കെയും കാണാം. അവയുടെ ഇടയിൽ അല്ലെങ്കിൽ അവയുടെ വഴിയിൽ ആ ഒരു കത്തി പോലെ നിൽക്കുന്ന ആ ഒരു എന്താ പറയുക വിൻഡിനെ നമുക്ക് ഫീൽ ചെയ്യാം. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ ഫ്രം എ ലോഫിംഗ് ഫെല്ലോ റോവർ. പിന്നെ ഞാൻ ആകെ എന്തേ ആഗ്രഹിക്കുന്നുള്ളൂ? ഓരോ സ്റ്റാൻസയിലും അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ. ഞാൻ ആകെ ഇനി എന്ത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ? ഒരു മെറി യാൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഗുഡ് സ്റ്റോറി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നല്ല രസമുള്ള പ്ലസൻ്റ് ആയിട്ട് നല്ല രസമുള്ള നല്ല ഒരു എന്താ പറയുക ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സ്റ്റോറീസിനെയാണ് നമ്മൾ മെറി യാൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആകെ എന്തിനു വേണ്ടിയേ ചോദിക്കുന്നുള്ളൂ? എനിക്കൊരു മെറി യാൺ കിട്ടിയാൽ മതി. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഗുഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മതി എനിക്ക്. അത് എവിടെ നിന്ന് കിട്ടണം? ഫ്രം എ ലോഫിംഗ് ഫെല്ലോ റോവർ. റോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന യാത്രികൻ എന്നുള്ളൊരു മീനിങ് ആണ്. അത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് കഥകളൊക്കെ ആയിട്ട് വരുന്ന ഒരു യാത്രികനിൽ നിന്നും ചിരിച്ച് നല്ല സന്തോഷമായിട്ട് വരുന്ന ഒരു യാത്രക്കാരിൽ നിന്നും കേൾക്കാൻ പറ്റുന്ന ഒരു നല്ല കഥ മാത്രമേയാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആൻഡ് ക്വൈറ്റ് സ്ലീപ്പ്. പിന്നെ എന്താ വേണ്ടത്? കുറച്ച് ഉറക്കം. മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ആവശ്യമാണല്ലോ, കുറച്ച് ഉറക്കം. ആൻഡ് സ്വീറ്റ് ഡ്രീം. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നല്ല സുന്ദരമായിട്ടുള്ള വളരെ എന്താ പറയുക മധുരിക്കുന്ന നല്ലൊരു സ്വപ്നം കാണാൻ സാധിക്കണം. ആൻഡ് ദ ലോങ് ട്രിക്സ് ഓവർ. ഇതൊക്കെ എൻ്റെ ഇടയ്ക്ക് സംഭവിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു വലിയൊരു ട്രിക്ക് ഓവർ ചെയ്യുന്ന
പോകുന്നതിന് മുന്നേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോങ് ട്രിക്ക് എന്നുള്ളത് നമുക്ക് 2 മീനിങ്ങിൽ എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു ഷിപ്പിലുള്ള നമ്മുടെ സ്പീക്കറുടെ ലൈഫിനെ ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ മൊത്തം ലൈഫിനെ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം. അതായത് ഈ ഒരു ഷിപ്പിലെ യാത്ര അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആഗ്രഹമുള്ളൂ എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, എൻ്റെ ഒരു ലൈഫ് എൻഡ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഡിസയർ, ആ ഒരു എന്താ പറയുക, നമ്മുടെ നാടും വീടൊക്കെ വിട്ടിട്ട് ആ ഒരു ഫ്രീഡം തേടിയിട്ട് അവർ കടലിൽ പോയിട്ട് അവിടെയുള്ള ജീവികളും കാര്യങ്ങളും അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇണങ്ങി ചേർന്ന് ആസ്വദിച്ച് ജീവിക്കാനുള്ള അവരുടെ ആ ഒരു ഡീപ്പ് ഡിസയറാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എപ്പോഴും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എന്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്